താങ്കളുടെ ഇന്നലത്തെ നടത്തിയ പ്രസ്താവനയിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? പ്രതിഷേധിക്കേണ്ടതായ പ്രസ്താവന നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്. നമ്മുടെ രാജ്യത്ത് RSS ഉയർത്തുന്ന വർഗീയതയെ നേരിടാൻ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചേ കഴിയത്തുള്ളൂ. അതിന്ന് കേരളത്തിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP വിജയിപ്പിച്ചതിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്നോ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നോ ഒരാൾ പോലുമില്ല. ഇത് നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അപകടമാണ്. രാജ്യത്തെ 22% വരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധി പോലും BJPയുടെ പേരിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അപകടകരമായ ഒരു അവസ്ഥ രാജ്യത്ത് വന്നു വരുന്നു. ഇത് കേരളത്തിൽ സംഭവിക്കരുത്. ഇവിടെ RSS ഉയർത്തുന്ന വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടാൻ കഴിയില്ല. കേരളത്തിലെ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അത് കഴിയത്തുള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് CPMനെയും ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം നടക്കുന്നത്. ആ രാഷ്ട്രീയത്തെയാണ് നിർത്തുന്നത്. ഇതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? RSS ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ വളർത്താൻ കഴിയുന്ന സമീപനമാണ് ലീഗ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ ആളുകളുടെ പേര് നോക്കണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേര് നോക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, അവിടെ 39 സീറ്റുണ്ട്. മതേതരത്വം പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടിയത് ഒരു സീറ്റാണ്, CPMന്. ഞങ്ങളുടെ സ്വതന്ത്രനായിട്ട് ഒരാൾ ജയിച്ചു. കോൺഗ്രസ് മതേതരത്വം പറയുന്ന പാർട്ടി കിട്ടിയ 2 സീറ്റാണ്. അവിടെ വർഗീയത പറഞ്ഞ BJPക്ക് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ 12 സീറ്റ് ജയിച്ചു. അപ്പോൾ ഏത് മതവിഭാഗത്തിൻ്റെ വോട്ടാണ് അവർക്ക് കിട്ടിയത്? അവിടുത്തെ ലീഗ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് 22 സീറ്റ് ജയിച്ചു. ഈ പറഞ്ഞ BJP ജയിച്ച ആളുടെ പേരും ഈ പറഞ്ഞ ലീഗ് ജയിപ്പിച്ച ആളുടെ പേരും നിങ്ങൾ വായിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിലെന്ത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഏതാണ്ട് പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേര് വായിക്കാൻ, അങ്ങനല്ലേ പറഞ്ഞു. കാസർഗോഡ് നഗരസഭയിലെ ഒരു പ്രശ്നം ഞാൻ ഉന്നയിച്ചത്, ഇത് കേരളത്തിൽ ഒരു സ്ഥലത്തും വരാൻ പാടില്ല. ഈ അപകടം കേരളത്തിൽ വരാൻ ഭാവിയിൽ സാധ്യതയുണ്ട്. കാരണം വർഗീയമായ ചേരിതിരിവ് വന്നു കഴിഞ്ഞാൽ ആളുകൾ വർഗീയമായി ചിന്തിക്കുമ്പോൾ അവരിൽ തീവ്രവാദപരമായ അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ആളുകൾക്ക് കൂടുതൽ സഹായകരമായ നിലപാട് വരുന്നു. 22 സീറ്റ് ലീഗിന് കിട്ടിയതും 12 സീറ്റ് BJPക്ക് കിട്ടിയതും ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കേരളത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലത്തിൽ ഭൂരിപക്ഷ വർഗീയതയോ ന്യൂനപക്ഷ വർഗീയതയോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടാകാൻ പാടില്ല. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ കാന്തപുരത്തിൻ്റെ സമ്മേളനത്തിൽ ആ പറഞ്ഞ പദം പറയാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹം ഉദ്ദേശിച്ച രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, അത് അവിടെ പറയാൻ പാടില്ല. കാരണം അവിടെ ഇരിക്കുന്ന മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട 10,000-കണക്കിന് ആളിരിക്കുന്ന സ്ഥലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നതാണല്ലോ ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെപ്പോലും മതേതരവാദി ഇന്ത്യയിലുണ്ടോ? ഉണ്ടോ? നിങ്ങളെടുത്ത് പരിശോധിക്കുക. ഏത് പ്രതിസന്ധിയിലാണ് മൈനോറിറ്റിയുടെ കൂടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിൽക്കാഞ്ഞത്? എല്ലാ ഘട്ടത്തിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വം, ഒരു രാഷ്ട്രീയ നേതാവല്ലേ. ഇവിടെ വർഗീയ കലാപങ്ങൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാലത്ത് കേരളം നടക്കുന്നില്ല. ആ വർഗീയ കലാപം നടന്ന ആരുടെ കാലത്താണ്? ആ വർഗീയ കലാപം നടന്ന മാറാടക്കം ധൈര്യമായി പോയി ജനങ്ങളെ ഏകോപിപ്പിച്ച് ഐക്യപ്പെടുത്തിയ ഒരു മുഖ്യമന്ത്രിയല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ എന്തിന് ബഹുമാനായ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ എന്തിന് സുകുമാരൻ നായർ സാറിനെ ഉപയോഗിക്കുന്നു? അതാണ് ഞാൻ ഉന്നയിച്ചത്. അപ്പം നിങ്ങൾ പറയുന്ന ഈ പദം കേരളത്തിലെ RSSന് വളരാനുള്ള വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റും. കാരണം ഭൂരിപക്ഷ വർഗീയതയെ നിങ്ങൾ എതിർത്ത് ന്യൂനപക്ഷ വർഗീയതയെ നിങ്ങൾ സഹായിക്കുന്നു. ആ ഭൂരിപക്ഷ വർഗീയത എതിർക്കുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ ശക്തിപ്പെടുമ്പോൾ ജനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയോട് ന്യൂനപക്ഷ അണിനിരക്കുന്ന സാഹചര്യമുണ്ട്. അത് കാസർഗോഡ് കണ്ടു. ഇത് കേരളത്തിൽ ആവർത്തിക്കാൻ ഇടയുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ ദുരന്തം ഞാൻ പറഞ്ഞപ്പോൾ അതിനെ വേറൊരു രൂപത്തിൽ വ്യാഖ്യാനിച്ച് പറഞ്ഞ വാക്കുകൾ വളച്ചൊടിച്ച് പറഞ്ഞാൽ ഞാൻ എന്ത് മറുപടിയാണ് പറയുന്നത്? ഇതാണ് എൻ്റെ വസ്തുത. പക്ഷേ താങ്കൾ പറഞ്ഞത് കാസർഗോഡ് മാത്രമല്ല, താങ്കൾ പറഞ്ഞത് കാസർഗോഡും ഒപ്പം മലപ്പുറം ജില്ലയിലും ജയിച്ചവരുടെ പേര് നോക്കണം. അത് നോക്കണം. ഞാൻ പറഞ്ഞത് എന്താ? മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മതേതരത്വം പറഞ്ഞ CPMൻ്റെ ഒറ്റാൾ ജയിച്ചു.
അതായത് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് CPM-ൽ മത്സരിച്ച പൊന്നാനി പോലും ഞങ്ങൾ തോറ്റു. അല്ല, ഞാൻ പറഞ്ഞ അതല്ല, ഞാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞത് മതേതരത്വം പറയുന്ന ഞങ്ങൾക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റും കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. പറഞ്ഞു മതേതരത്വം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അവിടെ ജയിക്കണ്ടേ, ഒരു സീറ്റ് ജയിക്കണ്ടേ. ഞങ്ങൾ ജയിക്കാഞ്ഞപ്പോൾ അവിടെ ജയിച്ചത് ലീഗിൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് ആണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെ ലീഗാണ് ജയിച്ചത്. അപ്പം വർഗീയതയോട് സമരസപ്പെട്ടു പോകുന്ന സമീപനം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുന്നു, അല്ലെ വളർന്നു വരുന്നു എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ വെച്ചത്. അത് ചർച്ച ചെയ്യപ്പെടാം, അത് ചർച്ച ചെയ്യേണ്ട ഇല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട, അത് വേറൊരു വിധത്തിൽ ട്വിസ്റ്റ് ചെയ്യേണ്ട. ഞാൻ ഏതെങ്കിലും ഞാൻ അങ്ങേറ്റം മതേതരവാദിയാണ്. ഞാൻ ഈ കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത അങ്ങേറ്റം എതിർക്കുന്ന ആളാണ്. നിഷ്പക്ഷമായി ജനങ്ങൾ ഏകോദര സൗരങ്ങളെപ്പോൾ ജീവിക്കണം. ഇവിടുത്തെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും സമാധാനത്തോടെ കേരളത്തിൽ ജീവിക്കണം. ആ ജീവിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടി BJPയുടെ ഭാഗത്തു നിന്നോ, അല്ലെ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നോ, അല്ലെ ലീഗിൻ്റെ ഭാഗത്തു നിന്നോ, അല്ലെ ജമാഅത്തിൻ്റെ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നോ വരുന്നു. അത് അപകടമാണെന്നാണ് ഞാൻ പറയുന്നത്.